അമേരിക്കയും ഇറാനും തമ്മിൽ ചില ഒത്തുതീർപ്പുകളിലേക്ക് നീങ്ങുന്നതായി സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമങ്ങളുമായി പ്രസിഡന്റ് ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ഒരു ഒത്തുതീർപ്പിൽ എത്തിയതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ ഒത്തുതീർപ്പിന്റെ രേഖകൾ എന്നാൽ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വാരാന്ത്യത്തോടെ യൂറോപ്പിൽ വെച്ച് കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ വ്യോമാക്രമണങ്ങളും പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ ഉയർത്തിയ ഭീഷണികളും ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത സൈനിക സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിർണായകമായ നയതന്ത്ര വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത് എന്നതും ചില സൂചനകളായി ലഭിക്കുകയാണ്. കരാറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും മുൻകാലങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് തന്നെ ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ചരിത്രമുള്ളതിനാൽ കരാർ ഔദ്യോഗികമായി ഒപ്പിടുന്നതുവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന ജാഗ്രതയും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പങ്കുവച്ചിരുന്നു. ഏകദേശം 60 ദിവസത്തേക്ക് പ്രാബല്യമുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറായിരിക്കും ഈ ഒത്തുതീർപ്പ് ഫോർമുലയിലൂടെ ഉരുത്തിരിയുക. സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ വിപുലമായ ചർച്ചകളിലൂടെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കരാർ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് തനിക്ക് നേരിട്ടെത്താൻ കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇതിനായി യൂറോപ്പിലേക്ക് പോകും എന്നുള്ളതാണ് സൂചനകൾ. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുറയാനായിട്ടുള്ള കാരണമായേക്കാം. ഇറാൻ ഇനി ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന ഈ കരാർ ഉറപ്പാക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആണവ സമ്പുഷ്ടീകരണം, പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ പിന്തുണ തുടങ്ങിയ വിഷയങ്ങളിലെ കൂടുതൽ ചർച്ചകൾക്ക് ഈ കരാറിലൂടെ വഴിത്തിരിവാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് ആക്രമിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഒത്തുതീർപ്പ് ചർച്ചകൾ വിജയിച്ചതോടുകൂടി ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ട്രംപ് പിൻവാങ്ങിയതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇറാന്റെ മരവിപ്പിച്ച് നിർത്തിയിരുന്ന ആസ്തികൾ വിട്ടുകൊടുക്കുന്നതിലും കടലിടുക്ക് തുറക്കുന്നതിലും ഇരുപക്ഷവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.